ഇനി നമ്മൾ അടുത്തൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് മേലേക്ക് കയറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത് പോകട്ടോ. ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ആസ്റ്റിക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലക്ഷ്മി കയറി ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിയുള്ള ബാക്കി പാർട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കാൻ. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വേണം കണ്ടിട്ട് വരണം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. കാരണം നന്നായിട്ട് ചെളിയായിട്ടൊരു വണ്ടി പെട്ട് കിടന്നത് നമ്മൾ വിൻ ചെയ്ത് വലിച്ച് കയറ്റുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇച്ചിരി ഈസിയായിട്ട് കയറിപ്പോയി, അത് സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിന് മാത്രം വലിയ ടാസ്ക്കൊന്നും തോന്നുന്നില്ലെങ്കിലും അതൊരു കയറ്റമാണ്. അവിടെ ചെളിയുണ്ട്. ചെളിയെന്ന് വെച്ചാൽ മണ്ണ് വെള്ളം ഒഴുകി ചെളിയായിട്ടുണ്ട് മഴ പെയ്തതിൻ്റെ. അപ്പോൾ അങ്ങനെ ചെളിയായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കൂടുതലായിട്ടാണ് ഇതിന് മുമ്പ് വന്ന വില്ലീസും അവിടെ കുടുങ്ങിയത്. അപ്പോൾ നമ്മളും വലിയ കുഴപ്പമില്ലാണ്ട് കയറിപ്പോയി. ഇപ്പോൾ നമ്മുടെ എൻ്റെ വണ്ടി വന്നു, സമീറിൻ്റെ വണ്ടി വന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ത്രെഡ് തീരെയില്ലായിരുന്നു കേട്ടോ. റീസോൾ ചെയ്ത ടയറാണെങ്കിലും ത്രെഡും തീർന്നായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അതില്ലെങ്കിൽ ഈസിയായിട്ട് കയറി പോയേനെ കേട്ടോ. കുറച്ചെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ കയറി പോകുമായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വെച്ചിട്ട്. കാരണം ലക്ഷ്മിയിൽ വന്നാലും അധികം എക്സ്ട്രീം ലെവലിലേക്കൊന്നും കിട്ടാനില്ല എന്നുള്ളതൊരു വാസ്തവമാട്ടോ. നിലവിൽ ഇങ്ങനെ 1-2 കയറ്റം മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കി എല്ലാം നോർമലിയാണ്. ബാക്കി ടാസ്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ടാർ ചെയ്തു. അതുകൊണ്ട് അതിൽ കാര്യമില്ല. അപ്പോൾ അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളെന്തായാലും മാക്സിമം എല്ലാ വണ്ടിയും മേളിൽ കയറി പോകട്ടോ. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാട്ടോ. എടാ അതെന്നാരോ അവിടെ കയറി ആ വീല് ചെരിയുമ്പോഴാണ് നിക്കല്ലേ. അതവിടെ കല്ലടിക്കുള്ളൂടാ. പോട്ടെ, അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ, പോട്ടെ, അവിടെ പോട്ടെ, കാല് പറക്കില്ല, പോട്ടെ, പോട്ടെ. ഓ ഇല്ല ഹൗസിങ് ഇങ്ങോട്ടൊക്കെ വരൂടാ. പോട്ടെ, അങ്ങനെ പോട്ടെ, കുറയ്ക്കണ്ട, പോട്ടെ. അത് തന്നെ പവർ പോട്ടെ. എവിടെയൊക്കെ ഇടിച്ചു. പിന്നെ നോക്കാം. പോട്ടെ. സിംപിളാ. പോട്ടെ. ഈസി പോട്ടെ. അതാ ലോക്കറുള്ളതിന്റെ ഗുണമല്ലോ താറ്. ഒന്നും അറിയാതെ പോണോ. കുറയ്ക്കണ്ട, കാല് കൊടുത്തോ. ത്രോട്ട് കൊടുത്തോ. ലെഫ്റ്റ് പിടി. പോട്ടെ. കാല് കൊടുത്തോ. പോട്ടെ. കണ്ടാ അനങ്ങാതെ പോണോ വണ്ടി. ജിപ്നി കാല് കൊടുക്കണ്ട. ഇതല്ലേ പതുക്കെ നിന്ന് കയറി പോണേ. സോറിയല്ലോ. ഓട്ടോമാറ്റിക് അത് മാനുവലിട്ട് കയറ്റിക്കേ. പ്രൈസ് ത്രോട്ട് കൊടുത്തിട്ടില്ലേ? ഒന്ന് ബാക്കെടുത്ത് ക്ലച്ച് കയറി. ബാക്കെട് പോട്ടെ. 4 വീല് വീണിട്ടില്ലേ? പിന്നെ എന്നെ വണ്ടി വലിക്കാത്ത. ഹാൻഡ് ബ്രേക്ക് ആണോ? ഒന്നുകൂടെ താഴേന്ന് കയറി വന്നാലോ. ലെഫ്റ്റ് പിടിച്ച് പോകും, റൈറ്റിലേക്ക് പിടിച്ച് പോകും.
പുള്ളി 4 വീല് ഹൈ ആയിട്ടിട്ടാണ്, ലോ ഇട്ടില്ലായിരുന്നു. അതാണ് ഇങ്ങനെ കിടന്ന് കാണിക്കണേ. അതിപ്പോഴൊന്നും മനസ്സിലായില്ല, ലാസ്റ്റാണ് മനസ്സിലായത്. അതാണ് വണ്ടിക്ക് വലിയില്ല, പവറില്ല, ഹാൻഡ് ബ്രേക്കിലാണെന്നൊക്കെ യാസിരിപ്പ് ചോദിച്ചതിൻ്റെ കാര്യം. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും മനസ്സിലായി. എന്തായാലും അതുവരെയുള്ള സീനൊന്ന് കണ്ടു നോക്കുക. ഒരു ഇച്ചി കൂടെ ഫോഴ്സ് ചെയ്തിട്ട് സുഖമായിട്ട് കയറി പോകും. ഇപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല സ്ലഷായി കേട്ടോ. നല്ല മഴയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ ചെറുതായിട്ട് ചാറി നിൽക്കണോണ്ട് ചെളിയൊക്കെ കുഴഞ്ഞിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടി ടാസ്ക് ആകത്തേ ഉള്ളൂ. അവിടെ ഇപ്പുറത്തെ സൈഡ് ചേർന്ന് പിടിക്കാൻ പറ കേട്ടോ. പുറകോട്ട് പോയിട്ട് വാ, ബാക്കിലേക്ക് പോയിട്ട് കയറുവാ. കാലെടുത്ത പോട്ടെ 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 പോട്ടെ. നിർത്തല്ലേ. അതപ്പൊ കേറിപ്പോക്കോളൂ യാസീര, ഒന്നുകൂടെ പോയിട്ട് വന്നാ കേറും അത്. ആ കേറി 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 കേറി. ഒരു പിടിയില്ല. പിന്നെ ഫ്രെയിമും അങ്ങനെയൊക്കെ തോന്നുക. നിനക്ക് ഞങ്ങൾ ലാസ്റ്റ് ഒരു ചാൻസ് തന്നതാട്ടോ, നീ അതിലാ കയറിയത്. അല്ല ഇവർക്ക് ജീപ്പ് പോയിട്ടേ ലാസ്റ്റ് ഒരു ചാൻസ് കൊടുത്തു, അല്ലെങ്കിൽ വരിക്കാന്ന് പറഞ്ഞോണ്ടിരുന്നതാ. അത് കിട്ടിയില്ലല്ലോ. ഇല്ല, കട്ടായി. തട്ടാണ്ട് വന്നതാട്ടോ എന്നായാലും, എവിടെയും തട്ടിയിട്ടില്ല. അതുണ്ടല്ലോ തട്ടനല്ല, ചങ്ങല അടിക്കണ സ്റ്റെപ്പിനോട് ചങ്ങല അടിക്കണ. ഇല്ല സ്റ്റെപ്പിനോട് ചങ്ങലയാ. ആ സ്റ്റെപ്പിനോട് ആ സാധനം തൂങ്ങി കിടക്കണം, അതിട്ട് അടിക്കണ. കെട്ടിയിടാറുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ, കുറയ്ക്കണ്ട പോട്ടെ.
എടാ ഞാൻ പറയാം, പിന്നെ പറയാം, ഇപ്പോൾ വീഡിയോയിൽ പറയാൻ പറ്റില്ല. എടാ അവിടെ നാശം കാണിച്ച്. ചങ്ങലയാ പൊക്കോ. അവളങ്ങനെ അവിടെ നിന്ന് ഒരു ടാസ്കും കഴിഞ്ഞ് വീണ്ടും മേളിലേക്ക് കയറുവാട്ടോ. പിന്നെ ടാസ്കുകളൊക്കെ അവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ മഴ പെയ്തുകൊണ്ട് എന്തായാലും അടിപൊളിയായി. എന്നാലും ഇവിടെ നമുക്ക് നല്ലൊരു പരിചയമുള്ള ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഒരു വരവും ഇങ്ങോട്ട് വരും, അതൊരു അടിപൊളി വരവായിരിക്കും കേട്ടോ. അത് സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തകർക്കാനുള്ള ഓപ്ഷൻ അവിടെ കിട്ടും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓ നോക്കാം എന്താ രസം നോക്കി, ആ മഴയും കൂടെ പെയ്തപ്പോൾ എന്താ അടിപൊളിയായിരുന്നു നോക്കി. പൊളി. ഈ ഫോൺ ഇവിടെയൊക്കെ വെള്ളം ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ കേട്ടോ. ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാനുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നേരത്തെ ഒക്കെ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു. ആ ഇവിടെ ചെറിയ ഉണ്ടായ സ്നേഹിപ്പി. പോട്ടെ. ഡ്രൈവ് അങ്ങനെ സ്ട്രൈറ്റ് കയറി പോക്കോ. പോട്ടെ. ഇല്ല അല്ല നിങ്ങൾ കിടന്നില്ലേ അവിടെ, ഇതിന് മഴ പെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് കയറി വന്നു. ഇല്ല പോട്ടെ ഇനി കയറിക്കോളൂ. നമ്മളങ്ങനെ വന്ന് നമ്മളെപ്പോഴും വരുമ്പോഴത്തേനും ഇവിടെയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നൊരു സ്ഥലം. ഇവിടുത്തെ ഒരു കുഴിയിൽ ചാടി
വണ്ടിയൊക്കെ അങ്ങോട്ട് തെന്നി. പണ്ടത്തെ ടാസ്ക്, പണ്ട് അടിമാലിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അന്ന് വന്നത് ഇവിടുത്തെ ഒരു ടാസ്ക് കണ്ടിട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഇവിടെ മൊത്തം മാറിയത്. ഇവിടെ ഇപ്പോൾ ഒരു റിസോർട്ട് വന്നു. അവർ നമ്മുടെ കമ്പനിക്കാരാട്ടോ. 100 പേർക്ക് വരെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ബസ്സിൽ വന്നാലും ശരി, എന്നായാലും കുഴപ്പമില്ല. താഴെ വന്നാലും അവരുടെ വില്ലീസ് കണ്ടോ, ഒരു കുതിര കിടക്കണമുണ്ടോ, അവനിൽ അവരെ കയറ്റി കൊണ്ടുവരും. അതല്ലെങ്കിൽ അവർക്കധികം മേളിൽ കിടക്കുന്ന ഫോർച്യൂണറുണ്ട്, അതിലവർ ഗസ്റ്റിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. പക്ഷേ സംഭവം നൈസാട്ടോ, നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായ ആംബിയൻസ് ആട്ടോ. നമ്മുടെ എലിക്സറിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഇതും. വില്ലീസ് കണ്ടോ, അത് 76 79 മോഡലാണ് കണ്ടോ കേട്ടോ വണ്ടി. ഇവനെയാണ് നമ്മൾ മേളിൽ നിന്ന് വലിച്ച് കയറ്റി വിട്ടത്. എന്നായാലും പുള്ളി രാഹുൽ ബ്രോ നമുക്ക് ചായയൊക്കെ വെച്ച് തന്നു, കട്ടൻ കാപ്പിയൊക്കെ വെച്ച് തന്നു. എല്ലാവരും വട്ടം കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് കുടിക്കും കേട്ടോ. ഒന്നുമില്ലല്ലോ, നമ്മളങ്ങനെ ചായ കുടി കഴിഞ്ഞ് തിരിച്ച് പോകട്ടോ. എന്താ ചോരയില്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ചോര ഐശ്വര്യ. അപ്പോൾ ഇവിടെ കേട്ടോ, എന്തെങ്കിലും സ്റ്റേക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി ഓഫ് റോഡിങ് ആണ്. ഓഫ് റോഡിങ് കയറി വന്നിട്ട് നല്ല കിഡിലെ സ്റ്റേ, ആംബിയൻസ് അന്യായ കേട്ടോ. ഇനി മേളിലേക്ക് പോവാം. നമ്മളങ്ങനെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും വെള്ളത്തിൽ കൂടെ ഇറങ്ങി കയറിക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇവിടെയൊക്കെ ആകപ്പാടെ മാറി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം വരുമ്പോഴത്തേന് ഇത് ഫുള്ള് കോൺക്രീറ്റ് വഴിയാവും, കാറുകൾ കയറി വരും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് കയറി ഇറങ്ങി നമ്മളങ്ങനെ ലക്ഷ്മി കയറി ഇറങ്ങി. ഇനിയിപ്പോൾ എലിക്സർ റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴിയിൽ യാത്രയാകുന്നുണ്ടോ. നല്ല ചെളിയുണ്ടോ, നല്ല ചെളി. കുറച്ച് ചെളിയായിക്കോളൂ, ഒത്തിരി ചെളിയില്ലാട്ടോ. ഇനി എന്നാലും ഇത് കൂട്ട് വഴികളാണ് അങ്ങോട്ടേക്ക്. നമ്മുടെ മെയിൻ ടാസ്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ നേരെ ചെല്ലുന്നു. അവിടെ നിന്ന് പിന്നെ പയ്യെ 3 വഴിക്ക് പോയി. പയ്യെ 3
പോവാട്ടോ. യാഹൂ. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ അകത്തിട്ടിട്ട് സ്റ്റിയറിംഗ് പിടിക്കണം കാണിക്കാം. അവിടെ ചുമ്മാ കാണിച്ച ഒരാവശ്യമാണ് സ്റ്റിയറിംഗ് തിരിക്കണമെന്നായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ സ്റ്റിയറിംഗ് തിരിച്ച് പോകാനായിട്ടൊരു പഠിക്കുള്ളൂ. അത് അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഓടിച്ച് നമുക്ക് മനസ്സിലാവും. ചെറിയൊരു കല്ലും എവിടെ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒക്കെ കാണണമായിരിക്കും കേട്ടോ. നാളെ ചെളി കുഴിയാട്ടം. അങ്ങനെ ഇടിച്ചു കയറ്റുവാൻ ബാ 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 ബാ. നമ്മളങ്ങനെ ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് എലിക്സറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് മൂന്നാർ വഴിക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം മാങ്കുളം ആനക്കുളം പോകാമെന്ന് ഓർത്തു. പിന്നെ നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഏനായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ എന്തായാലും ആ പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തോട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടിപൊളി വീഡിയോ ഇട്ടെത്തും. വീണ്ടും കാണാം. അതുവരെ ബൈ.